കേരളത്തിലെ ഓട്ടോറിക്ഷ മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷയും അതുപോലെ തന്നെ അവരുടെ ഭാവിയുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേമനിധി ആരംഭിച്ചിട്ടുള്ളത്. 2005 ക്ഷേമനിധി ആരംഭിക്കുന്നത്. ക്ഷേമനിധി ആരംഭിച്ചതിന് ശേഷം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പരാതികളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ക്ഷേമനിധിയിൽ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ക്ഷേമനിധിയെക്കുറിച്ചോ അതിൽ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചോ ഒരു യൂണിയനും ആക്ഷേപം പറഞ്ഞതായിട്ട് അറിയില്ല. ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളുണ്ട്. ആ പരാതികൾ പരിഗണിക്കുന്നതിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ക്ഷേമനിധിയുടെ ഭരണാധികാരികൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും AKSATU-HMS എന്ന സംഘടന, ഓൾ കേരള സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ എന്ന സംഘടന മുന്നോട്ട് ഉയർത്തിയിരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ ഈ സംഘടനയെ തൊഴിലാളി വിരുദ്ധ സംഘടനയായി മുദ്രകുത്താനും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരായിട്ട് മുദ്രകുത്താനുമാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ കാതലായിട്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ഓട്ടോറിക്ഷ തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന എത്ര തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉത്തരം 5,35,000-ലധികം തൊഴിലാളികൾ ഈ ക്ഷേമനിധിയിൽ 2023 ഡിസംബർ മാസം ആകുമ്പോഴേക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് നൽകിയ മറുപടി. ഈ മറുപടി പ്രകാരമാണ് എങ്കിൽ ഈ തൊഴിലാളികളിൽ നിന്ന് ഒരു വർഷം, അതായത് 2023 എന്ന് പറയുന്ന ഒരു വർഷം തന്നെ 38 കോടിയിലധികം രൂപ തൊഴിലാളി വിഹിതമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇത് 60 രൂപ പ്രകാരം ഒരു മാസം വെച്ച് ഒരു വർഷത്തേക്ക് 720 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ കിട്ടുന്ന കണക്കാണ്. പക്ഷേ ഞങ്ങൾ ചോദിച്ചു, അംഗത്വം മാത്രമല്ല, ഈ തൊഴിലാളികളിൽ നിന്ന് നിങ്ങൾ ഈ കാലം അത്രയും പിരിച്ചെടുത്ത വിഹിതത്തിൻ്റെ മൊത്തം തുക എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ക്ഷേമനിധി ബോർഡ് നൽകിയ മറുപടി 59 കോടി രൂപ എന്നാണ്. ഒരു വർഷം, അതായത് 2023 മാത്രം 38 കോടി രൂപ അവർക്ക് തൊഴിലാളി വിഹിതമായി ലഭിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. അത് 2022 പോയാലോ 76 കോടി ഉറുപ്പിക. പക്ഷേ 59 കോടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, ബാക്കി പൈസ എവിടെ പോയിരിക്കുന്നു? അതിൻ്റെ കണക്കൊന്ന് പറയണം. ഈ കണക്ക് പറയുന്നതിന് പകരം ഈ പറയുന്ന ഉത്തരവാദപ്പെട്ടവരും അവരുടെ പിന്നിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ്റെ ആളുകളും ഞങ്ങൾക്ക് നേരെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്ര വിഹിതം തന്നിട്ട് നിങ്ങൾക്ക് ഇത്ര ആനുകൂല്യങ്ങൾ തന്നില്ലേ? ആനുകൂല്യം തന്നില്ല എന്ന് ആര് പറഞ്ഞു? ആർക്കെങ്കിലും ആനുകൂല്യം കൊടുക്കാതിരുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ അത് വ്യക്തിപരമായി കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇവിടെ ബേസിക്കായിട്ടുള്ള കാര്യം എന്താ? തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത വിഹിതം 2005 തുടങ്ങിയതാണ്. 2005 ഈ പറയുന്ന 5,35,000 ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. 10, 50, 100 ആയിക്കൊള്ളട്ടെ. 2006 ആകുമ്പോഴേക്കും അതിനേക്കാൾ കൂടുമല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോൾ 5,35,000 എത്തിച്ചേർന്നത്. അപ്പോൾ ഓരോ വർഷവും വർദ്ധിച്ച് വന്നിട്ട് 5,35,000 ഞങ്ങൾ 2005 മുതലുള്ള വിഹിതം ചോദിക്കുന്നില്ല. 2019 വരെ 50 രൂപയായിരുന്നു തൊഴിലാളി വിഹിതം. 2019 60 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഈ 2019, 20 വരെയുള്ള വിഹിതം അവിടെ മാറ്റിവെച്ചേ. ഞങ്ങൾ പറയുന്നത് 2020, 21 വർഷങ്ങളിൽ കോവിഡ് കാരണം തൊഴിലാളികളിൽ നിന്ന് വിഹിതം പിരിച്ചിട്ടില്ല, ശരി. പക്ഷേ 2022, 23 പിരിച്ചിട്ടുണ്ട് 5,35,000 നിന്ന്. അത് തന്നെ വരുമല്ലോ 76 കോടി രൂപ. ഈ 76 കോടി രൂപയുടെ കണക്ക് ചോദിക്കുമ്പോൾ AKSATU-ൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലക്ഷ്മണന് ഞങ്ങൾ ഇത്ര പൈസ കൊടുത്തില്ലേ? ലക്ഷ്മണന് മാത്രമല്ല, കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട വേതനമാണ് ആനുകൂല്യങ്ങളാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൻ്റെ കണക്ക് അല്ല ഞങ്ങൾ ചോദിച്ചത് കേരളത്തിലെ മൊത്തം ഓട്ടോറിക്ഷ തൊഴിലാളികൾ നൽകിയ വിഹിതം, ആ വിഹിതത്തിൻ്റെ മൊത്തം തുകയിൽ നിന്ന് ബാക്കി 59 കോടി കഴിച്ചിട്ട് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ തൻ്റെ ഇടം കാണിക്കാതെ ഈ വ്യവസ്ഥാപിത ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ താങ്ങി നിർത്തുന്ന തൊഴിലാളി സംഘടനകളിലെ സാധാരണക്കാരായ തൊഴിലാളികൾ സംസാരിക്കുന്നത് അവർക്കെതിരെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഉടമവിഹിതം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉടമവിഹിതം നിർബന്ധമാക്കിയത് കൊണ്ട് ടാക്സ് അടക്കണമെങ്കിൽ
ഈ ഓരോ മനുഷ്യനും ഓട്ടോറിക്ഷയുടെ ഉടമയായിരിക്കുന്ന ഓരോ മനുഷ്യനും എന്ത് ചെയ്യണം? ഉടമാവിഹിതം അടക്കണം. ആർക്ക് വേണ്ടിയാണ് ഉടമാവിഹിതം അടക്കുന്നത്? തൊഴിലാളിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഈ ഉടമാവിഹിതം അടക്കുമ്പോൾ തൊഴിലാളിക്ക് നൽകേണ്ടുന്ന ഉടമാവിഹിതം നിങ്ങൾ കൊണ്ടുപോയിട്ട് ആർക്ക് നൽകുന്നു? ഏതാണ്ട് 293 കോടി ഉറുപ്പിക നിങ്ങൾ ഉടമാവിഹിതമായിട്ട് പിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം 59 കോടിയെ നിങ്ങൾ എന്ത് പിരിച്ചിട്ടുള്ളൂ? ഇവിടുത്തെ തൊഴിലാളി വിഹിതമായിട്ട് പിരിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 5 മുതലാളിമാർ തൊഴിലാളികൾക്ക് വേണ്ടി പണമടക്കുമ്പോൾ ഒരു തൊഴിലാളി മാത്രമാണ് വിഹിതമടക്കുന്നത്. 5 ഉടമകളുടെ വിഹിതത്തിൽ 4 ഉടമകളുടെ വിഹിതം ആരുടെ കൈവശമാണ് കിടക്കുന്നത്? ഈ പറയുന്ന നിങ്ങളുടെ ക്ഷേമനിധി ഭരണാധികാരികളുടെ കൈകളിലാണ് കിടക്കുന്നത്. ആ പൈസ എവിടെ പോയിരിക്കുന്നു? അതിൻ്റെ കണക്ക്, ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ആനുകൂല്യം ഞങ്ങൾ കൊടുത്തില്ലേ എന്ന്. ഈ ആനുകൂല്യം കൊടുക്കുമ്പോൾ ഉടമാവിഹിതമായിട്ട് 4 ഇരട്ടി തൊഴിലാളി വിഹിതം നിങ്ങൾ പിരിച്ചെടുത്ത് കൈവശം വെച്ചിട്ടുണ്ട്. ആ വിഹിതത്തിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും AKSATUവിന് എതിരായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും കണക്കാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇനി മൂന്നാമതായിട്ട് 60 വയസ്സ് കഴിഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ ഉടമാവിഹിതം അടക്കേണ്ട 2011 വരെ ഉടമാവിഹിതം അടച്ചാൽ മാത്രമേ 60 വയസ്സ് കഴിഞ്ഞ്, അതായത് ക്ഷേമനിധിയിൽ അംഗത്വം നഷ്ടപ്പെടുന്ന തൊഴിലാളി ഓട്ടോറിക്ഷ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളും എന്ത് ചെയ്യണം? ഉടമാവിഹിതം അടക്കണം. ആ ഉടമാവിഹിതം ഇവിടത്തേക്ക് നിങ്ങൾ കൊടുക്കുക. ഏത് തൊഴിലാളിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആ ഉടമാവിഹിതം ഉപയോഗിക്കുന്നത്? അത് അന്യായമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. അന്ന് SATU എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന AKSATUവിൻ്റെ മുൻ സംഘടനയായിട്ടുള്ള SATU എന്ന് പറയുന്ന സംഘടന ഹൈക്കോടതിയിൽ പോയി വിധി സമ്പാദിച്ചിട്ട് 2011 അത് പറ്റില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. അത് പക്ഷേ ഞങ്ങൾക്ക് മാത്രം ബാധകമാക്കി, SATU അംഗങ്ങൾക്ക് മാത്രം ബാധകമാക്കി. പക്ഷേ അത് ഞങ്ങൾ വീണ്ടും ആ വിഷയം ടേക്കപ്പ് ചെയ്തപ്പോഴാണ് 2013 ക്ഷേമനിധി ബോർഡ് തന്നെ തീരുമാനിച്ചു 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളിൽ നിന്ന് ഉടമാവിഹിതം പിരിക്കേണ്ടതില്ല. 2025 വരെ ഉടമാവിഹിതം പിരിച്ചിട്ടില്ല. ഇപ്പോൾ പൈസ അടക്കാൻ വേണ്ടി പോകുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളോട് പറയുകയാണ്, നിങ്ങൾ ആ കഴിഞ്ഞ വർഷങ്ങളൊന്നും അപേക്ഷ തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഡ്യൂസ് ആയിട്ടുള്ള ഉടമാവിഹിതം കൂടി അടച്ചാലേ ഇത്തവണ നിങ്ങളുടെ ടാക്സ് സ്വീകരിക്കൂ എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? നിങ്ങൾ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾ ഓരോ വർഷവും ക്ഷേമനിധി ബോർഡിന് അപേക്ഷ നൽകണം. അങ്ങനെ ഒരു അപേക്ഷ നൽകണം നിങ്ങൾ ഇവിടെ പ്രസ്താവന നൽകിയിട്ടുണ്ടോ? പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വെക്ക്, ഞങ്ങൾ സ്വീകരിക്കാം. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ തൊഴിലാളികളിൽ നിന്ന് പണം കവർന്നെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ പണം കവർന്നെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അധികാര സംരക്ഷണത്തിനും അവരുടെ കൊള്ളക്കും കൂട്ടുനിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സ്വതന്ത്ര സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ അക്കാര്യം തൊഴിലാളികളോടും പൊതുജനങ്ങളോടും വിളിച്ചു പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി മറ്റ് തൊഴിൽ മേഖലയിൽ നിന്ന് വരുന്ന ഒട്ടേറെ പേർ ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ തൊഴിൽ മേഖല ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നോ അതല്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ പ്രവാസി മേഖലയിൽ നിന്നോ ഒക്കെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവിടുത്തെ ആ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് അവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ മേഖലയിൽ അവർ തൊഴിൽ ചെയ്ത സന്ദർഭങ്ങളിൽ അതാത് മേഖലകളിലെ ക്ഷേമനിധിയിൽ അവർ അംഗങ്ങളായിരുന്നു. ആ അംഗത്വമുള്ളവരാണ് ഇവിടത്തേക്ക് പുതുതായിട്ട് വരുന്നത്. ആ വരുന്നവർ ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി മേഖലയിലെ ക്ഷേമനിധിയിൽ അംഗങ്ങളാകുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്ന ക്ഷേമനിധി ബോർഡിൽ ഭയങ്കരമായിട്ടുള്ള ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്ന ഒരു ക്ഷേമനിധി ബോർഡാണ് ഞങ്ങളുടേതെന്ന് നിങ്ങൾ അവകാശവാദം വെക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? അവരുടെ പഴയ ക്ഷേമനിധിയിൽ നിന്ന് രാജിവെച്ചിട്ട് അവർ നേരെ ഇപ്പുറത്ത് അംഗത്വം എടുക്കുമായിരുന്നു. അവർ അംഗത്വം എടുക്കുന്നില്ല. കാരണം ഇതിനേക്കാളും ബെനിഫിറ്റ് അപ്പുറത്താണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ അംഗത്വം ഉപേക്ഷിക്കാതെ അവിടുത്തെ വിഹിതം അടക്കുകയും അവിടെ നിന്നുള്ള ആനുകൂല്യം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ തൊഴിലാളിയും മറ്റു മേഖലകളിൽ നിന്ന് വന്നിട്ട് ഈ മേഖലയിൽ പുതുതായി തൊഴിൽ ചെയ്യുന്ന ഈ മേഖലയിലെ ക്ഷേമനിധി ബോർഡിൽ അംഗമാകാത്ത തൊഴിലാളികൾ ഉടമാവിഹിതം അടക്കുന്നുണ്ട്. ഈ തൊഴിലാളികളുടെ ഉടമാവിഹിതം എവിടെ പോകുന്നു? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പിരിച്ചെടുക്കുന്ന പണം
ആ മേഖലയിൽ തൊഴിലാളികളുടെ ആനുകൂല്യം നൽകാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവുകൾ ഞങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സാമൂഹ്യ വിരുദ്ധരായിട്ടോ അരാജകവാദികളെന്നോ അതല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിനെ തകർക്കാൻ ശ്രമിക്കുന്നവരോ എന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ട് ഒരു കാര്യമില്ല. വളരെ വ്യക്തമായി ഞങ്ങൾ പറയട്ടെ, ഈ കാര്യം തൊഴിലാളികൾക്കിടയിൽ പരസ്യമായി ഞങ്ങൾ ഇനിയും പറയും, ഇനിയും ചർച്ചയ്ക്ക് വിധേയമാക്കും. അതിലൊന്നും നിങ്ങൾ പ്രകോപിതരായാൽ ഞങ്ങൾ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യം നൽകുന്നതിനെക്കുറിച്ചുള്ള രസകരമായിട്ടുള്ള ഒരു ഇതെന്താ വെച്ചാൽ, ക്ഷേമനിധി ബോർഡിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് തൊഴിലാളിയുടെ ഉടമയും മാത്രമാണ്. സർക്കാരിൽ നിന്ന് ഒരു വിഹിതവും വരുന്നില്ല. ഈ കാലം അത്രയും സമാഹരിച്ച ഫണ്ട് അവരുടെ കൈവശം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് 2000 കോടി രൂപ വായ്പ കൊടുത്തിരിക്കുന്നു. തൊഴിലാളിയുടെ വിഹിതവും കൊടുത്ത്, തൊഴിലാളിയുടെ ആനുകൂല്യവും കൊടുത്ത്, ഇവിടുത്തെ ചെയർമാനും ഡയറക്ടർമാരും അടക്കമുള്ളവരുടെ ഓണറേറിയം കൈപ്പറ്റി, ഈ ജീവനക്കാരും അതുപോലെ തന്നെ അവരുടെ എല്ലാ ചെലവും കഴിച്ച്, കെട്ടിടങ്ങളുടെ വാടക കൊടുത്ത്, എല്ലാ ചെലവും കഴിച്ചിട്ടാണ് പിന്നെയും 2000 കോടി രൂപ മിച്ചമുണ്ടായിട്ട് അത് വായ്പ കൊടുത്തിരിക്കുന്ന ഒരു ക്ഷേമനിധിയാണ് ഈ പറയുന്ന ക്ഷേമനിധി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് പറയുന്നത് തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുത്തില്ലേ, തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുത്തില്ലേ എന്ന്. തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുത്തത് എവിടുന്ന? സർക്കാരിൻ്റെ എന്തെങ്കിലും ഫണ്ട് തന്നിട്ടാണോ, പൊതു ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ? അല്ല, ഈ തൊഴിലാളികളുടെയും അവരുടെ മുതലാളിമാരുടെയും ഉടമകളുടെയും വിഹിതം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ആനുകൂല്യം കൊടുത്തതും ഈ 2000 കോടി രൂപ നിങ്ങൾക്ക് വായ്പ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ഇന്ന് ഉന്നയിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഓട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് സംശയങ്ങളുണ്ട് എങ്കിൽ, ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ആക്ഷേപമുണ്ടെങ്കിൽ ഞങ്ങൾ അവരുമായിട്ട് തുറന്ന സംവാദത്തിന് തയ്യാറാണ്, തെളിവുകൾ തരാൻ തയ്യാറാണ്. നിങ്ങളും തെളിവുകളായിട്ട് വന്നോളൂ, നമുക്ക് ഒരു തുറന്ന സംവാദം നടത്താം. ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയ ഒരു ഡയറക്ടറുണ്ട് ഈ ക്ഷേമനിധി ബോർഡിൽ ഇപ്പോൾ ഇരിക്കുന്നു, ലോറി ഉടമകളെ പ്രതികരിച്ചുകൊണ്ട്. ഞങ്ങൾ അയാളെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേസ് കൊടുക്ക്, കോടതിയിൽ വെച്ച് നമുക്ക് കാണാം, അപ്പോൾ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. അതിനുള്ള തൻ്റെ ഇടമുണ്ട്, നട്ടലുണ്ട് കേരളത്തിലെ ക്ഷേമനിധി ബോർഡിന് എങ്കിൽ, ഓട്ടോറിക്ഷ തൊഴിലാളികളെ പ്രദാനം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡിനുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുക, പറ്റുമെങ്കിൽ നോക്ക്.